കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. 20 ദിവസം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢിയല്ല താനെന്ന് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പൊന്നു സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉണ്ണി മറന്നുപോയതാ. പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു. മാരാറ് മത്സരിക്കുന്നത് ജയിക്കും. താഴെയിരിക്കും, നമ്മള് താഴത്തോട്ട് പോകല. പോയി ചത്തുടടാ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അതിലെ ഉമാ തോമസ് ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പണ്ടൊക്കെ ദൈവം പിന്നെ തരാമെന്നും പറഞ്ഞ് അവധി വെച്ചിരുന്നു. ഇപ്പൊ മൂപ്പരുടെ പേയ്മെന്റ് ഒക്കെ റെഡി ക്യാഷാ. ഇതില് പക്ഷെ ഒരു വലിയ പരാജയം നേരിട്ടു. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കരുത്. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. ഒരു മാറ്റം ഇല്ല. ഒന്നുമില്ല, ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാ. അഖില് വലിയ രീതിയിൽ കാടളക്കിയൊരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. ശശിയെ എന്നാണ് പറയുന്നത്? മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഇച്ചിരി കൂടി നല്ല തൃപ്പൂണിത്തുറയിലായിരുന്നു നിൽക്കാനാണെങ്കിൽ. അല്ല, ഞാൻ തൃക്കാക്കര ഫെബ്രുവരി 25 സാബു സാറിനോട് ചോദിച്ചുണ്ടല്ലോ. എല്ലാരും വിളിച്ചു. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. രണ്ട്, അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ കൊലയാ. അപ്പൊ എന്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, അതിന് സമയമുണ്ടല്ലോ. അഖിൽ മാരാർ ശക്തമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലുണ്ടാവും, തൃക്കാക്കരയിൽ സജീവമായി ഉണ്ടാകും എന്നാണ് അഖിൽ പറയുന്നത്. അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.